കോൾഡ് വേവ് എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കോൾഡ് വേവ് നിർവചിക്കുക, കോൾഡ് വേവിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുക, മനുഷ്യരിൽ ശൈത്യതരംഗത്തിൻ്റെ സ്വാധീനം വിശദമാക്കുക, ശൈത്യതരംഗങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാമെന്ന് വിശദീകരിക്കുക, ഹൈപ്പോതെർമിയയ്ക്കുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റുടെ ഘട്ടങ്ങൾ വിവരിക്കുക, മഞ്ഞുവീഴ്ചയ്ക്കും ആഴത്തിലുള്ള ഡീപ്പ് കോൾഡ് പരിക്കുകൾക്കുമുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് ഘട്ടങ്ങൾ വിശദീകരിക്കുക, സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക. കോൾഡ് വേവ് എന്നാൽ ഒരു വലിയ പ്രദേശത്ത് വായുവിൻ്റെ തണുക്കൽ അല്ലെങ്കിൽ വളരെ തണുത്ത വായുവിൻ്റെ കടന്നുവരവ് ഉൾപ്പെടുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ്. ഒരു പ്രദേശത്തിൻ്റെ ശരാശരിയേക്കാൾ വളരെ താഴെയുള്ള ശരാശരി താപനിലയുടെ ഇടിവാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഉത്തരേന്ത്യയിലെ സമതലങ്ങൾ എല്ലാ വർഷവും മഞ്ഞുകാലത്ത് കോൾഡ് വേവും തണുത്ത പകലും പതിവായി അനുഭവിക്കുന്നു. ജീവനാശത്തിനും വിളകൾക്കും വളരെ കാരണമായേക്കാവുന്ന കഠിനമായ കാലാവസ്ഥാ പ്രതിഭാസമാണിത്. ഒരു സ്റ്റേഷന്റെ ഏറ്റവും കുറഞ്ഞ താപനില സമതലങ്ങളിൽ 10 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൽ കുറവും, മലയോര പ്രദേശങ്ങളിൽ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ അതിൽ കുറവും ആയിരിക്കുമ്പോൾ ശീതതരംഗം ഉണ്ടാകുന്നു. 2021 ഇന്ത്യയിൽ 1750 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2022 ഇന്ത്യയിൽ 2227 മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൈത്യതരംഗത്തിൻ്റെ ഡെവലപ്മെന്റ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, തണുത്ത കാലാവസ്ഥ മൂലമുണ്ടാകുന്ന പരിക്കുകൾ എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക. ശൈത്യതരംഗങ്ങളുടെ ഡെവലപ്മെന്റ്. വലിയ അളവിലുള്ള തണുത്ത വായു ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഒരു ശൈത്യതരംഗം രൂപം കൊള്ളുന്നു. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ശൈത്യതരംഗങ്ങൾ തീവ്രമായ കാറ്റിനൊപ്പം ഉണ്ടാകാം. ഇത്തരത്തിലുള്ള പ്രതിഭാസത്തെ ശൈത്യകാല കൊടുങ്കാറ്റ് എന്ന് വിളിക്കുന്നു. കഠിനവും പ്രത്യേകിച്ച് അപ്രതീക്ഷിതവുമായ തണുപ്പ് മൂലമാണ് ഹൈപ്പോതെർമിയയും ഫ്രോസ്റ്റ്ബൈറ്റും ഉണ്ടാകുന്നത്. ഈ അവസ്ഥ മനുഷ്യ ശരീരത്തിലെ കലകളുടെ നാശത്തിനും അവയുടെ പ്രവർത്തനക്കുറവിനും കാരണമായേക്കാം. അതിനാൽ വൈദ്യശാസ്ത്രപരമായി ഇവയെ അഭിസംബോധന ചെയ്യണം. ഇവ കന്നുകാലികൾക്കും വന്യജീവികൾക്കും മരണത്തിനും പരിക്കിനും കാരണമാകും. ഒരു ശൈത്യതിരമാലക്കൊപ്പം കനത്തതും തുടർച്ചയായുമായ മഞ്ഞുവീഴ്ചയുണ്ടെങ്കിൽ മേയുന്ന മൃഗങ്ങൾക്ക് മതിയായ ഭക്ഷണം ലഭിക്കാതെ വന്നേക്കാം. കൂടാതെ പട്ടിണി അല്ലെങ്കിൽ ഹൈപ്പോതെർമിയ മൂലവും മരിക്കാം. തണുത്ത കാലാവസ്ഥ മൂലമുള്ള പരിക്കുകൾ. ഒരു വ്യക്തി കഠിനമായ തണുപ്പിന് വിധേയമാകുമ്പോൾ അത് ശരീരത്തിലെ താപനില കുറയുന്നതിന് കാരണമായേക്കാം. അങ്ങനെ കോൾഡ് ജനറേറ്റഡ് മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഫ്രോസ്റ്റ് ബൈറ്റ്, ഫ്രോസ്റ്റ് നിപ്പ്, ചിൽബിസുകൾ, ഹൈപ്പോതെർമിയ എന്നിവയാണ് അവ. ഫ്രോസ്റ്റ് ബൈറ്റ് പലപ്പോഴും ഹൈപ്പോതെർമിയക്കൊപ്പം ശരീരകലകൾ മരവിക്കുന്നതാണ് ഫ്രോസ്റ്റ് ബൈറ്റ്. ചർമ്മത്തിലെ കോശങ്ങൾക്കിടയിൽ ഐസ് ക്രിസ്റ്റൽ രൂപപ്പെടുകയും കോശങ്ങളിൽ നിന്ന് ദ്രാവകം വേർതിരിച്ചുകൊണ്ട് വളരുകയും ചെയ്യുമ്പോൾ രക്തചംക്രമണം തടസ്സപ്പെടുന്നു. ഇത് ബാധിച്ച ടിഷ്യൂകൾക്ക് അധിക നാശമുണ്ടാകുന്നു. ഇത് സാധാരണയായി കൈകൾ, കാലുകൾ, ചെവി, മൂക്ക്, കവിൾ എന്നിവയെ ബാധിക്കുന്നു. ഫ്രോസ്റ്റ് നിപ്പ് മഞ്ഞുവീഴ്ചയുടെ നേരിയ രൂപമാണ്. തുടർച്ചയായ തണുപ്പ് ബാധിത പ്രദേശത്ത് മരവിപ്പിലേക്ക് നയിക്കുന്നു. ഫ്രോസ്റ്റ് നിപ്പ് സ്ഥിരമായ ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുന്നില്ല. 32 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ ഫാരൻഹീറ്റ് ഇടയിലുള്ള തണുപ്പ്, ആർദ്രത, ഈർപ്പം എന്നിവയുമായി സമ്പർക്കം പുലർത്തുമ്പോഴാണ് ചിൽ ബ്ലൈൻഡ്സ് ഉണ്ടാകുന്നത്. നഗ്നമായ ചർമ്മത്തിന്റെ ആവർത്തിച്ചുള്ള ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ചിൽ ബ്ലൈൻഡ്സിലേക്ക് നയിക്കുന്നു. ചെവി, മൂക്ക്, കവിൾ, വിരലുകൾ, കാൽവിരലുകൾ എന്നിവയാണ് സാധാരണയായി ബാധിക്കുന്നത്. സാധാരണയായി 34.4 ഡിഗ്രി സെൽഷ്യസിലോ 94 ഡിഗ്രി ഫാരൻഹീറ്റോ താഴെയുള്ള ശാരീരിക താപനില കുറയുന്നതാണ് ഹൈപ്പോതെർമിയയെ നിർവചിച്ചിരിക്കുന്നത്. ഇനി പറയുന്ന അനുബന്ധ പരിക്കുകൾക്കും സാധ്യതയുണ്ട്. നിർജ്ജലീകരണം കൂടാതെ സ്നോ ബ്ലൈൻഡ്നെസ്. നിർജ്ജലീകരണം ശരീരത്തിലെ ദ്രാവകങ്ങളുടെ നഷ്ടം മന്ദഗതിയിലാക്കുകയോ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ തടയുകയോ ചെയ്യുന്നു. നിർജ്ജലീകരണം കോൾഡ് വെതർ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്നോ ബ്ലൈൻഡ്നെസ് എന്നത്
മഞ്ഞ് അല്ലെങ്കിൽ ഐസ് പ്രതിഫലിപ്പിക്കുന്ന സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാകുന്ന കണ്ണുകളുടെ സംവേദനക്ഷമക്കുറവാണ്. ഹൈപ്പോതെർമിയ മുന്നറിയിപ്പ് അടയാളങ്ങളെയും ലക്ഷണങ്ങളെയും കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. ചർച്ച ചെയ്തതുപോലെ അമിതമായ തണുപ്പുമായി സമ്പർക്കം പുലർത്തുന്നത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾക്ക് കാരണമാകും. ഹൈപ്പോതെർമിയ ഒപ്പം ഫ്രോസ്റ്റ്ബൈറ്റ് അല്ലെങ്കിൽ ലോക്കൽ കോൾഡ് ഇഞ്ചുറീസ്. നമുക്ക് അവയെക്കുറിച്ച് വിശദമായി പഠിക്കാം. രണ്ട് തരം ഹൈപ്പോതെർമിയകൾ ഉണ്ട്, മിതമായതും കഠിനമായതുമാവ. മുന്നറിയിപ്പ് അടയാളങ്ങളും ലക്ഷണങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക. നേരിയ ഹൈപ്പോതെർമിയയുടെ ലക്ഷണങ്ങളും മറ്റും ഇനി പറയാം. മന്ദഗതിയിലുള്ള കൃഷ്ണമണികളുടെ പ്രവർത്തനം. ശോഭയുള്ള വെളിച്ചത്തിൽ കൃഷ്ണമണികൾ പതുക്കെ ചുരുങ്ങുന്നു. അനിയന്ത്രിതമായ വിറയൽ. തണുപ്പ്. അന്തരീക്ഷത്തിൽ നിന്നും കുറഞ്ഞതിന് ശേഷവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു. മയക്കം. പകൽ സമയത്ത് സാധാരണയേക്കാൾ കൂടുതൽ ഉറക്കം അനുഭവപ്പെടുന്നു. കാഴ്ച നഷ്ടം. അന്ധത അല്ലെങ്കിൽ നന്നായി കാണാനുള്ള നിങ്ങളുടെ കഴിവ് നഷ്ടപ്പെടുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദ്രുതഗതിയിലുള്ള ശ്വസനം. മിനിറ്റിൽ 20-ൽ കൂടുതൽ ശ്വാസോച്ഛ്വാസം ഉണ്ടാകുന്നു. മന്ദഗതിയിലുള്ള പൾസ്. ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ 60 തവണയിൽ കുറവാണെങ്കിൽ ഇങ്ങനെ കരുതാം. കഠിനമായ ഹൈപ്പോതെർമിയയുടെ ലക്ഷണങ്ങൾ ഇനി പറയാം. കോടിയ കൈകാലുകൾ. കൈകാലുകളുടെ പേശികൾക്ക് സാധാരണ പോലെ ചലിക്കാനുള്ള കഴിവില്ലായ്മ. വളരെ സാവധാനത്തുള്ള ശ്വസനം. വിശ്രമവേളയിൽ ശ്വസന നിരക്ക് 12-ൽ താഴെയാണ്. പ്രതികരണമില്ലായ്മ. ഏതെങ്കിലും ഉദ്ദീപനങ്ങളുള്ള പ്രതികരിക്കുന്നില്ല. വളരെ മന്ദഗതിയിലുള്ള പൾസ് നിരക്ക് 45-ൽ താഴെ മാത്രം ഉള്ളപ്പോൾ ഇങ്ങനെ കരുതാം. വിറയലിന്റെ അഭാവം. തണുത്ത അന്തരീക്ഷ താപത്തിൽ പോലും എല്ലിന്റെ പേശികളിൽ സംഭവിക്കുന്ന അനിയന്ത്രിതമായ സൊമാറ്റിക് മോട്ടോർ പ്രതികരണത്തിന്റെ അഭാവം മൂലം വിറയൽ ഉണ്ടാകുന്നില്ല. പ്രകാശത്തിന്റെ അളവിൽ കൃഷ്ണമണികൾ മാറ്റമില്ലാതെ വികസിക്കുന്നു. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയുക. ഹൈപ്പോതെർമിയയുടെ കാര്യത്തിൽ രോഗിയെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. ഹൈപ്പോതെർമിയ ഒരു പകർച്ചവ്യാധിയാണ്. അത് ശരിയോ തെറ്റോ? ഹൈപ്പോതെർമിയയുടെ കൂടുതൽ ഗുരുതരങ്ങളായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക. ഹൈപ്പോതെർമിയ തലച്ചോറിനെ ബാധിക്കുകയും അവബോധം, അപ്നിയ അല്ലെങ്കിൽ കോമ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഒരാളുടെ സാധാരണ മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇന്ദ്രിയ ധാരണകൾ സാധാരണയേക്കാൾ വ്യത്യസ്തമായ ഏതെങ്കിലും അവസ്ഥയിലുള്ള മാറ്റമാണ് ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. ഒരു വ്യക്തി ശ്വാസോച്ഛ്വാസം നിർത്തുകയോ അല്ലെങ്കിൽ താത്കാലിക വിരാമം അല്ലെങ്കിൽ ശ്വസനം നിർത്തുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് അപ്നിയ. ഉത്തേജകങ്ങളോട് പ്രതികരണത്തിന്റെ അഭാവം ഉൾപ്പെടെയുള്ള ബോധം നഷ്ടത്തിന്റെ അവസ്ഥയാണ് കോമ. ഹൈപ്പോതെർമിയ ശ്വാസകോശത്തിന്റെ സ്വാധീനം ചെലുത്തുകയും ആസ്പിറേഷൻ ന്യൂമോണിയ അല്ലെങ്കിൽ അഡൾട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാക്കുകയും ചെയ്യും. ഭക്ഷണം അല്ലെങ്കിൽ ദ്രാവകം കഴിക്കുന്നത് ശ്വാസകോശത്തിലേക്കോ ശ്വസിക്കുന്നതിനോ മറ്റു വസ്തുക്കളോ വായിൽ നിന്നോ വയറ്റിൽ നിന്നോ ശ്വാസകോശത്തിലേക്ക് ആകസ്മികമായി പ്രവേശിക്കുന്നതാണ് ആസ്പിറേഷൻ ന്യൂമോണിയ. മുതിർന്നവർക്കുള്ള റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ശ്വാസകോശത്തിലെ ആൽവിയോളുകളിൽ ദ്രാവകങ്ങൾ അടിഞ്ഞുകൂടുന്നു അല്ലെങ്കിൽ ജീവന് ഭീഷണിയായ ശ്വാസകോശക്ഷതം. ഇത് ശ്വാസകോശത്തിലേക്ക് ദ്രാവകം ഒഴുകാൻ ഇടയാക്കുന്നു അല്ലെങ്കിൽ ആൽവിയോളെ അല്ലെങ്കിൽ ശ്വാസകോശ ദ്രാവകം കൊണ്ട് നിറയുന്നു. ഹൈപ്പോതെർമിയ കുടലിനെ ബാധിക്കുകയും ദഹനനാളത്തിൽ നിന്ന് തൊണ്ട മുതൽ മലാശയം വരെ എവിടെയും ആരംഭിക്കാവുന്നതുമായ രക്തസ്രാവം ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും. ക്രമരഹിതമോ അസാധാരണമായ ഹൃദയമിടിപ്പ് ഹൈപ്പോതെർമിയ മൂലം ഉണ്ടാകാം. ഇത് പൾസ്ലെസ് ഇലക്ട്രിക്കൽ പ്രവർത്തനത്തിനും കാരണമാകും. ഹൃദയമിടിപ്പ് ഉണ്ടാകാൻ കഴിയാത്ത വിധം ഹൃദയത്തിലെ വൈദ്യുത പ്രവർത്തനം നിലയ്ക്കും. രോഗിക്ക് ഗുരുതരമായ വൃക്ക സംബന്ധം അസുഖങ്ങൾ ഉണ്ടാകാം. വൃക്കകൾക്ക് രക്തം ഫിൽട്ടർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാം. രക്തം കട്ടപിടിക്കാനുള്ള കഴിവിനെയോ ശരീരത്തിലുടനീളം
രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഹൈപ്പോതെർമിയയുടെ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കാം. പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാവിധ സാർവത്രിക മുൻകരുതലുകളും ഉപയോഗിക്കുക. സീൻ സുരക്ഷിതമാക്കുക. EMS അലർട്ട് ചെയ്യുക. ബാധിച്ച വ്യക്തിയുടെ പ്രാഥമിക വിലയിരുത്തലും ശാരീരിക പരിശോധനയും നടത്തുക. ഓപ്പൺ എയർവേ നിലനിർത്തുകയും ആവശ്യമെങ്കിൽ ഓക്സിജൻ നൽകുകയും ചെയ്യുക. തണുത്ത അന്തരീക്ഷത്തിൽ നിന്ന് രോഗിയെ നീക്കം ചെയ്യുക. നനഞ്ഞ വസ്ത്രങ്ങൾ നീക്കം ചെയ്ത് രോഗിയെ ഒരു പുതപ്പ് കൊണ്ട് മൂടുക. രോഗിയെ തണുപ്പിൽ നിന്ന് മാറ്റുക. രോഗി ജാഗരൂകനാണെങ്കിൽ ചൂടുള്ള ദ്രാവകങ്ങൾ കുടിക്കാൻ നൽകുക. വൈറ്റൽ സൈനുകൾ നിരന്തരം വിലയിരുത്തുക. അടുത്തതായി ഫ്രോസ്റ്റ് ബൈറ്റിന്റെ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. തണുത്ത അന്തരീക്ഷത്തിൽ നിന്ന് രോഗിയെ പെട്ടെന്ന് നീക്കം ചെയ്യുക. തണുത്ത കൈകാലുകളിൽ രോഗിയെ നടക്കാൻ അനുവദിക്കരുത്. തണുത്ത പ്രദേശത്തെ കൂടുതൽ പരിക്കുകളിൽ നിന്നും വീണ്ടും ഫ്രീസ് ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുക. ബാധിത പ്രദേശം ഡ്രൈ ആക്കി വെക്കാൻ ബാൻഡേജ് കെട്ടുക. വിരലുകൾക്കാണ് ബാധിച്ചതെങ്കിൽ അവയ്ക്കിടയിൽ ഡ്രസ്സിങ്ങുകൾ വെക്കുക. മുടി ചൂടാക്കി സംരക്ഷിക്കുക. ആഴത്തിൽ ആണെങ്കിൽ ഉണങ്ങിയതും അണുയുക്തമായ ഡ്രസ്സിങ്ങുകൾ ഉപയോഗിക്കുക. പ്രാരംഭഘട്ടത്തിൽ ചികിത്സിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് ചികിത്സയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഫ്രോസ്റ്റ് ബൈറ്റ് പിന്നീടുള്ള ഘട്ടങ്ങളെ വൈകിയോ ആഴത്തിലുള്ളതോ ആയ പരിക്കുകൾ എന്ന് പറയുന്നു. ഈ അവസ്ഥയിൽ ചർമ്മം വളരെ മെഴുകുപോലെ കാണപ്പെടുന്നു. സ്പർശനം കുറവായിരിക്കും. തണുത്തുറയുന്നത് തുടരുമ്പോൾ അവ മങ്ങിയും പൊട്ടുന്നതുമായി കാണപ്പെടുന്നു. ഒടുവിൽ ബാധിത പ്രദേശം വീർത്തതും കുമിളകളും വെളുത്തതുമായി മാറുന്നു. ചോദ്യത്തിന് ഉത്തരം നൽകുക. ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് സമർപ്പിക്കുക. തുടർന്ന് ക്ലിക്ക് ചെയ്യുക. ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖം ഏതാണെന്ന് ക്ലിക്ക് ചെയ്യുക. ബ്ലഡിനെയും ഹേർട്ടിനെയും ലങ്സിനെയും ബാധിക്കുന്ന അസുഖം ഏതാണെന്ന് സെലക്ട് ചെയ്ത് സമർപ്പിക്കുക. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് സമർപ്പിക്കുക. ഇപ്പോൾ നമുക്ക് തണുത്ത കാലാവസ്ഥയിലെ പരിക്കുകൾ തടയുന്നത് എങ്ങനെയെന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഹൃദയാഘാതത്തിനോ പക്ഷാഘാതത്തിനോ കാരണമായേക്കാവുന്ന ശരീരോഷ്മാവ് പെട്ടെന്ന് കുറയാൻ അനുവദിക്കരുത്. തലയും കഴുത്തും മൂടുക. താപനഷ്ടത്തിന്റെ 80% സംഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈർപ്പം നിലനിർത്താൻ സിന്തറ്റിക് പ്രകൃതിദത്ത നാരുകൾ ഉപയോഗിക്കുക. തണുത്ത പ്രദേശങ്ങളിൽ അധിക നേരം നിൽക്കരുത്. തണുപ്പിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നാൽ ഒരു ഷെൽട്ടറിൽ മാത്രം വിശ്രമിക്കുക. ഒരു തണുത്ത കാലാവസ്ഥ അതിജീവന കിറ്റ് തയ്യാറാക്കി കയ്യിൽ സൂക്ഷിക്കുക. കിറ്റിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം എന്ന് ഇനി നമുക്ക് നോക്കാം. ആളുകൾക്ക് വെള്ളവും ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും തണുത്ത തരംഗത്തിന് മുമ്പ് സൂക്ഷിക്കണം. ചൂട് അനുഭവപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തു പോകുകയാണെങ്കിൽ ലെയറുകളിൽ വസ്ത്രം ധരിക്കുക. മെഴുകുതിരികൾ, ഫ്ലാഷ് ലൈറ്റുകൾ, പോർട്ടബിൾ ഇന്ധനം, തീയിടുന്ന സ്ഥലങ്ങളിലെയോ അടുപ്പുകളിലെയോ ഉപയോഗിക്കാവുന്ന വിറകിനുള്ള തീപ്പെട്ടികൾ എന്നിവ സൂക്ഷിക്കുക. ശീതക്കാറ്റ് ബാധിക്കുന്നവരെ പ്രവേശിപ്പിക്കുന്നതിന് ആശുപത്രികൾ തയ്യാറാക്കി നിർത്തുക. ഇനങ്ങൾ കാണുന്നതിന് കിറ്റിൽ ക്ലിക്ക് ചെയ്യുക. തണുത്ത കാലാവസ്ഥ അതിജീവന കിറ്റിൽ താഴെ പറയുന്നത് ഉണ്ടായിരിക്കണം: മെഴുകുതിരി, മഗ്നീഷ്യം തീപ്പെട്ടി, ലൈറ്റർ പോലുള്ള വാട്ടർ പ്രൂഫ് തീപ്പെട്ടികളും ഫയർ സ്റ്റാർട്ടറുകളും, പ്രഷർ ബാൻഡേജ്, തണുത്ത കാലാവസ്ഥയുള്ള ലിപ് ബാം, സൺഗ്ലാസ്, വിവിധദോഷ കത്തി, വാട്ടർ കണ്ടെയ്നർ, ചെറിയ അളവിൽ ഉയർന്ന ഊർജ്ജമുള്ള ഭക്ഷണം, ഫോയിൽ അതിജീവന പുതപ്പ് എന്നിവ. നിങ്ങൾ മൊബൈൽ പ്രവർത്തിപ്പിക്കാത്ത ഒരു പർവ്വതാരോഹണ പര്യവേഷണത്തിലാണെങ്കിൽ സഹായത്തിനായി ടോർച്ച്, കണ്ണാടി, വിസിൽ എന്നിവ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വഴിതെറ്റിയാൽ നിങ്ങൾ ഒരു കോമ്പസ് ഉപയോഗിക്കണം. കോൾഡ് വേവ് ബാധിച്ചവർക്കുള്ള അടിയന്തര പരിചരണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം ഇരയെ ചൂടുള്ള പുതപ്പുകൾ കൊണ്ട് മൂടുക. ഇരയെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകണം. റൂം ഹീറ്ററുകൾ ഇടണം. ചൂടുള്ള സൂപ്പ് കുടിക്കാൻ നൽകണം.
ഇരയുടെ പാദങ്ങൾ ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെക്കണം. ഊഷ്മളവും മദ്യമില്ലാത്തതുമായ പാനീയങ്ങൾ കുടിക്കാൻ നൽകണം. ഇരയുടെ കഴുത്തിലും കക്ഷത്തിലും കെമിക്കൽ ഹീറ്റ് പാക്കുകൾ പ്രയോഗിക്കാം. ഇരയെ പെട്ടെന്ന് ചൂട് പിടിപ്പിച്ചാൽ അത് ഗുരുതരമായ ഹൃദയപ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അതിനാൽ സാവധാനം ചൂട് നൽകുക. ഇര സുഖം പ്രാപിക്കുന്നില്ലെങ്കിൽ അടിയന്തരമായി മെഡിക്കൽ സേവനങ്ങൾ നൽകുക. ഇരയെ വിശ്രമിക്കാൻ അനുവദിക്കുക. നടക്കാൻ അനുവദിക്കരുത്. കോൾഡ് വേവ് ബാധിച്ച ഒരാളെ എങ്ങനെ ചികിത്സിക്കാം എന്ന് നോക്കാം. വൈദ്യസഹായം നേടുക. തണുപ്പിൽ നിന്ന് വ്യക്തിയെ നീക്കുക. നനഞ്ഞ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുക. ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള ഇടങ്ങൾ നെഞ്ച്, കഴുത്ത്, തല എന്നിവ ചൂടാക്കുക. നേരിട്ടുള്ള ചൂട് ഉപയോഗിക്കരുത്. ചൂടുള്ള പുതപ്പുകൾ, തൂവാലകൾ, പൊതിഞ്ഞ ചൂടുവെള്ള കുപ്പികൾ എന്നിവ ഉപയോഗിക്കുക. വ്യക്തിയെ മസാജ് ചെയ്യുകയോ തടവുകയോ ചെയ്യരുത്. ആളെ നിശ്ചലമാക്കി കിടത്തുക. വ്യക്തി ഉണർന്നിരിക്കുകയാണെങ്കിൽ ഊഷ്മള പാനീയങ്ങൾ നൽകുക. ലഹരി പദാർത്ഥങ്ങൾ നൽകരുത്. വ്യക്തി പ്രതികരിക്കുന്നില്ലെങ്കിൽ CPR നൽകണം. വ്യക്തി മരിച്ചുവെന്ന് ഒരിക്കലും കരുതരുത്. ഇനി തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്നവർക്ക് ഉള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വിനോദസഞ്ചാരി കൂടിയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഇവയാണ്. ശൈത്യതരംഗത്തുള്ള പ്രവചനം പരിശോധിക്കുക. പ്രാദേശിക ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കുക. നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുക. അതുവഴി നിങ്ങൾക്ക് കവറേജ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനായി വിളിക്കാം. അല്ലെങ്കിൽ ഏറ്റവും പുതിയ ആപ്പുകൾ വഴി നാവിഗേറ്റ് ചെയ്യാം. നിങ്ങളുടെ ശൈത്യതരംഗങ്ങളാകപ്പെട്ടാൽ ഭക്ഷണവും വെള്ളവും കരുതി വയ്ക്കുക. പ്രാദേശിക ഗൈഡ് ഇല്ലാതെ വന്യപ്രദേശങ്ങളിലേക്ക് പോകരുത്. ഇതോടുകൂടി ഈ മൊഡ്യൂളിന്റെ അവസാനത്തെത്തിയിരിക്കുന്നു. എന്തൊക്കെ പോയിന്റുകളാണ് പഠിച്ചത് എന്ന് നോക്കാം. വലിയ അളവിലുള്ള തണുത്ത വായു ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഒരു തണുത്ത തരംഗം ഉണ്ടാകുന്നു. ഹൈപ്പോതെർമിയയും ഫ്രോസ്റ്റ്ബൈറ്റും വളരെ തണുത്ത കാലാവസ്ഥയുടെ രണ്ട് പ്രധാന പ്രത്യാഘാതങ്ങളാണ്. ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. കാഴ്ചക്കുറവ്, വിറയൽ, പ്രതികരണമില്ലായ്മ, മന്ദഗതിയിലുള്ള പൾസ്, മയക്കം തുടങ്ങിയവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ഊഷ്മളവും വരണ്ടതുമായ അന്തരീക്ഷത്തിൽ രോഗിയെ നിലനിർത്തുക. ചൂടുള്ള പാനീയങ്ങൾ വിളമ്പുക തുടങ്ങിയവയിലൂടെ ഹൈപ്പോതെർമിയ ചികിത്സിക്കാം. രോഗിയെ കോൾഡ് ബ്രഷിൽ നിന്ന് അകറ്റിയും ബാധിത പ്രദേശത്ത് വൃത്തിയുള്ള ബാൻഡേജുകൾ പുരട്ടിയും മഞ്ഞുവീഴ്ച ചികിത്സിക്കാം. കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ തണുത്ത കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പരിക്കുകൾ കൃത്യമായി തടയാം. ഇപ്പോൾ നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചുള്ള ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു വിലയിരുത്തൽ എക്സാമിനേഷനാണ്. ഓരോ ചോദ്യത്തിനും തുല്യ മൂല്യമുണ്ട്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നന്ദി.